ഹലോ നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉച്ചയൂണ് കറികളും അതുപോലെ തന്നെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഉണ്ടാക്കുന്ന ഒരു അടയാണ്. അപ്പോൾ നമ്മൾ നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള ഒരു അടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, നേന്ത്രപ്പഴമൊക്കെ നന്നായി പുഴുങ്ങി അതിൻ്റെ നടുവിലത്തെ ആ കറുത്ത അരി ഒക്കെ കളഞ്ഞതിന് ശേഷം നമ്മളതൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം. അപ്പോൾ ഒരു 3 നേന്ത്രപ്പഴമാണ് ഞാൻ നല്ല പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നന്നായി പുഴുങ്ങിയതിന് ശേഷം ഇത് മിക്സിയിലൊന്ന് അടിച്ചെടുത്തു. എന്നിട്ട് ഇതേ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ അതിലേക്ക് ചേർത്തുള്ളത് ഒരു പിടി നാളികേരമാണ്. അപ്പോൾ വളരെ കുറച്ച് മാത്രം മതി നാളികേരം. ഒരു കൈപ്പിടി നാളികേരം എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2 ശർക്കര ആണ് ഉരുക്കിയെടുത്തുള്ളത്. അപ്പോൾ അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടില്ല, മധുരത്തിനനുസരിച്ചായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ കുറച്ച് ഒഴിച്ച് ഞാൻ മധുരമൊക്കെ നോക്കിയതിന് ശേഷം കുറച്ചും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ആദ്യം അതൊന്ന് കുഴച്ചെടുത്തു. അതിന് ശേഷം പിന്നെ അതിലേക്ക് അരിപ്പൊടി, ആവശ്യത്തിനുള്ള അരിപ്പൊടിയും ഒരു നുള്ളു ഉപ്പിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കണം. അപ്പോൾ അരിപ്പൊടി കുറച്ച് ഈശിയായിട്ട് ഇട്ടിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് അരിപ്പൊടി ഇട്ടു, ഒന്ന് കുഴച്ചെടുത്തു. പിന്നെ കുറച്ചും കൂടി ഇട്ടു. അങ്ങനെ കുറച്ചായിട്ട് ഇട്ടിട്ടാണ് അത് ഞാൻ കുഴച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ അടയ്ക്കുള്ള മാവൊക്കെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതേ വാഴയില വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് ഈശായിട്ട് മാവെടുത്ത് ഇത് പരത്തിയെടുക്കാം. ഇപ്പോൾ കയ്യിൽ കുറച്ച് വെള്ളം തൊട്ടതിന് ശേഷം ഇങ്ങനെ കനം കുറച്ച് ഞാൻ ഇലയിലേക്ക് പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നപ്പോൾ പരത്തിയെടുത്ത അട വെച്ച് കുറച്ച് നേരം ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് അരിപ്പൊടി വെച്ചിട്ട് അല്ലെങ്കിൽ ഗോതമ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നമ്മുടെ അടയ്ക്ക് ഒരു 5-8 മിനിറ്റൊക്കെ ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അടയ്ക്ക് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ നമുക്ക് പുഴുങ്ങിയെടുക്കുക. അപ്പോൾ ഇതേ നമ്മുടെ ഇന്നത്തെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്, നല്ല നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള അടയും അതുപോലെ തന്നെ ഈ അടയിലേക്ക് ഞാൻ കട്ടൻ കാപ്പിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ നല്ല കട്ടൻ കാപ്പിയും. അപ്പോൾ ഇതേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഉച്ചയൂണ് കറികളായിട്ട് ഇന്ന് ഉണ്ടാക്കുന്നത് ഇപ്പോൾ മീനും ചിക്കനൊന്നും ഇരിപ്പില്ല. അപ്പോൾ നമ്മൾ ഒരു തക്കാളിയും പരിപ്പും നാളികേര അരച്ചിട്ടുള്ള ഒരു ഒഴിച്ചു കറിയാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ കുറച്ച് കൂർക്കരിപ്പുണ്ട്. അപ്പോൾ അതൊന്ന് മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കുന്നത്.
അപ്പോൾ ഒഴിച്ചുകറിയിലേക്കുള്ള പരിപ്പൊക്കെ ഞാൻ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 1/4 വേവായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ തക്കാളി ഒന്ന് കട്ട് ചെയ്ത് അപ്പോൾ ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളകാണ് എടുത്തുള്ളത്. അപ്പോൾ അത് നന്നായി കഴുകിയതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്തിരി വലിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേ കട്ട് ചെയ്ത് വെച്ചുള്ള തക്കാളിയും അതുപോലെ തന്നെ പച്ചമുളകും നമ്മൾ ഒരു പകുതി 1/4 വേവായിട്ടുള്ള പരിപ്പിലേക്ക് ചേർത്ത് പിന്നെ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും എരിവിന് ആവശ്യമുള്ള മുളക് പൊടി 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി അപ്പോൾ ഇത്രയാണ് ചേർത്തുള്ളത്. പിന്നെ കുറച്ച് ഉപ്പും പിന്നെ കുറച്ച് വെള്ളം കുറവാണ്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ പരിപ്പും തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഏകദേശം 1/2 മുറിയോളം നാളികേരം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായി അരച്ചെടുത്തിട്ട് അത് അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുത്തു. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് താളിച്ച് കൊടുക്കാം. അപ്പോൾ അത് താളിക്കാനായിട്ട് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള കടുകും പിന്നെ കടുകൊന്ന് പൊട്ടി വന്നപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം 1-2 വറ്റൽമുളകും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ സമയത്ത് തന്നെ നമ്മൾ കൂർക്ക ഒന്ന് തൊലി കളഞ്ഞ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് നല്ലൊരു ഇങ്ങനെ പച്ചക്കറി ഒഴിച്ചുകറിയിലേക്കൊക്കെ ഒരു നല്ലൊരു കോമ്പിനേഷനാണ് പച്ചമുളകും ചെറിയുള്ളിയും അതുപോലെ തന്നെ പുളിയും കുറച്ച് ഉപ്പും കൂടിയുള്ള നല്ലൊരു ചമ്മന്തി. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് പച്ചമുളകും കാന്താരി മുളക് ഉണ്ടെങ്കിൽ അതാവും കൂടുതൽ ടേസ്റ്റ്. പച്ചമുളകും കുറച്ചധികം ചെറിയുള്ളിയും ഒരു ചെറിയ കഷ്ണം പുളിയും കുറച്ച് ഉപ്പും കൂടി ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നല്ല ഒരു പച്ചക്കറിയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ഒരു ചമ്മന്തി ഉണ്ടാകുമ്പോൾ കഴിക്കാനായിട്ട് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ദൈവം മെഴുക്ക് പറ്റിക്കാനുള്ള കൂർക്ക ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് കാച്ചിയെടുക്കാനായിട്ട് പാനിലേക്ക് ഇതേ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ചെറിയുള്ളി ചതച്ചതും കറിവേപ്പില ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതേ ചെറിയുള്ളിയും കറിവേപ്പിലൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ചതച്ച മുളക് എരിവിന് ആവശ്യമുള്ള ചതച്ച മുളക് കൂടി ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചുള്ള കൂർക്ക അതിലേക്കിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മെഴുക്ക് പുരട്ടി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഉച്ചയൂണ് കറികൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ.